ഇപ്പം നമ്മുടെ ചുറ്റിനും ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയ ധാരാളം പോസ്റ്റുകൾ, വീഡിയോകൾ, ധാരാളം ചാനൽ ചർച്ചകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. കുറച്ച് പിന്നേക്ക് നോക്കിയാൽ കുറച്ച് മുമ്പുള്ള ചർച്ചയെന്ന് പറയുന്ന സ്ത്രീധനത്തെക്കുറിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലെ പ്രസവത്തെക്കുറിച്ചായിരുന്നു. ഓരോരോ കാര്യങ്ങൾ നടന്ന് സംഭവിച്ച് ആർക്കെങ്കിലുമൊക്കെ മരണം സംഭവിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചുറ്റുവട്ടത്തും കുറേ ഹാഷ്ടാഗുകളും കുറേ ചർച്ചകളും ഭയങ്കരമായിട്ട് വരും. ആ ഒരു കാര്യം കഴിഞ്ഞ് അടുത്തൊരു കാര്യം വരുമ്പോഴത്തേന് പിന്നെ അതിൻ്റെ ചൂട് കുറയും, അടുത്തൊരു കാര്യത്തിലേക്ക് പോകും. ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നടന്നിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ തൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠികളും കുറച്ച് രാഷ്ട്രീയത്തിലെതിരുള്ള ആൾക്കാരും ആ വ്യക്തിയോട് വ്യക്തിവിരോധമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ചേർന്നിട്ട് 3 ദിവസത്തോളം ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി കൊലയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടും വീഡിയോസൊക്കെ ഇട്ടിട്ടും ചെയ്തേക്കണം ഞാൻ കണ്ടു. ഇത്രയും ഈ 3 ദിവസം നടന്ന കാര്യങ്ങൾ പുറത്തുനിന്ന് ആരും ഇടപെട്ടില്ലല്ലോ, അറിഞ്ഞിട്ടും കോളേജുകാരൊന്നും മിണ്ടിയില്ലല്ലോ, ആൾക്കൂട്ടം കൂടുമ്പോൾ എന്തുകൊണ്ടാണിപ്പോൾ ഒരു അതിക്രമത്തിലേക്ക് ആൾക്കൂട്ടമൊക്കെ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് പോസ്റ്റൊക്കെ ഇട്ടിങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാൻ ഈ തലത്തിലല്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ചോദ്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ 3 ദിവസം നീണ്ടു നിന്ന മർദ്ദനത്തിലൊടുവിലാണല്ലോ ഈ കുട്ടിയുടെ ജീവൻ പോയത്. 3 ദിവസം പോയിട്ട് ആദ്യത്തെ ദിവസം വീട്ടിലേക്ക് വരാൻ വേണ്ടി വണ്ടി കയറി കുട്ടി തിരിച്ചു വിളിച്ചിട്ടാണല്ലോ കൊണ്ടുപോയി മർദ്ദിക്കണത്. ആ വെരി ഫസ്റ്റ് ഡേ ആ ഒരു പ്രശ്നം നടന്നപ്പോൾ തന്നെ ആ കുട്ടിക്ക് ഒരു പരാതിയുമായിട്ട് പോലീസിനെ വിളിക്കാമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കൊരു പരാതി കൊടുക്കാമായിരുന്നു. ആ കുട്ടി എന്തുകൊണ്ട് ആ പരാതി കൊടുത്തില്ല, അങ്ങനൊരു ഫോൺ കോൾ പോലും അത് ചെയ്യാൻ തയ്യാറായില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ക്രൂരമായ മർദ്ദനമേറ്റിട്ടും എന്തുകൊണ്ടൊരു ഫോൺ കോൾ പോലും ആ കുട്ടി ചെയ്തില്ല? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമുണ്ട്. എത്ര ഉറക്കെ നമ്മളെ ചുറ്റുവട്ടം നടക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ചേർത്ത് വെച്ചിട്ട് പറയുകയാണ്. ഒരു മരണം സംഭവിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എടുത്തുകൊണ്ടിരുന്ന ഈ വിഷയങ്ങളൊന്നും ഈ ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് എത്ര ഉറക്കെ വിളിച്ച് പറഞ്ഞാലും നമ്മൾ ആരും മൈൻഡ് ചെയ്യില്ല. ഇതിനേക്കാൾ പ്രശ്നങ്ങളുള്ളവരുണ്ടല്ലോ എന്ന ക്ലീശേ ഡയലോഗ് പറയും. കാശുള്ളവരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കാശ് വാങ്ങിച്ചിട്ട് നിസ്സാരമാക്കി അത് എഴുതിത്തള്ളാനും നടന്നിട്ടില്ലെന്ന് എഴുതിത്തള്ളാനും അവർക്ക് വേണ്ടി വിളിച്ചു പറയാനും സംസാരിക്കാനും ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാദിയെ പ്രതിയാക്കാനും കഴിയുന്നൊരു സംവിധാനം നമ്മളെ ചുറ്റുവട്ടത്തുമുണ്ട്. ആ ഒരു സംവിധാനത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ ഇവിടെ പരാതി കൊടുത്താലും അവിടെ പരാതി കൊടുത്താലും എനിക്ക് നീതി കിട്ടില്ല, ഞാൻ തന്നെ ഇതിനകത്ത് വീണ്ടും വീണ്ടും ഇരയായിക്കൊണ്ടേ ഇരിക്കുമെന്ന് മരിക്കുന്നതിന് മുമ്പ് സിദ്ധാർത്ഥ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ച് ആരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. കണ്ടു നിൽക്കുന്ന ആൾക്കാർ പ്രതികരിച്ചില്ലല്ലോ, എടുത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ കണ്ടു നിൽക്കുന്ന ആൾക്കാരിലും ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഒരു ചിന്താഗതി ഉണ്ടാവും. ഇതുപോലെ പരസ്യമായിട്ട് ഒരാളെ നേരെ ആയുധങ്ങൾ ഉപയോഗിച്ച് അതിക്രമം കാണിക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ പുറത്തുനിന്ന് ആൾ വരും. അവർക്ക് വേണ്ടി അത്രയ്ക്ക് പിടിപാടിനോടുകൂടി കൂട്ടുനിൽക്കാൻ ആളുണ്ടാവും. അവർക്കെതിരെ സംസാരിച്ചിട്ട് എന്താണ് പിന്നെ ഉണ്ടാവുക? അവർക്കെതിരെ നടപടി എടുത്തിട്ട് എന്താണ് ഉണ്ടാവുക? ഞങ്ങൾക്ക് എന്താണ് കിട്ടുക? ഒന്നും ഉണ്ടാവാൻ പോണില്ലെന്നൊരു ചിന്താഗതി അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ഇനി അതുമല്ല, ഈ പിടിപാടുള്ള ആളുകൾക്കെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ആ പിടിപാടുള്ളവർ ചെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നിനക്കെതിരെ നടപടി എടുക്കും, പോയി മിണ്ടാതെ അവിടെങ്ങാണ് ഇരുന്നോ എന്ന് പറയാനും ആൾക്കാരുണ്ടാവും അധികാര സ്ഥാനങ്ങളിൽ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ പ്രതികരിക്കാണ്ട് നിന്നിട്ടുണ്ടാവും. അൾട്ടിമേറ്റ്ലി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ സമൂഹത്തിലൊക്കെ നടന്നു വരുന്ന ഒരു ചിന്താഗതിയുണ്ട് കാലങ്ങളായിട്ട്. 5 പേരൊരുമിച്ച് ഒരാളെ ഒറ്റയായിട്ട് മർദ്ദിക്കുകയാണ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളെ മർദ്ദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്ന് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് ആൾക്കാർ. 5 പേരൊരുമിച്ച് ഒരാളെ ഒറ്റയ്ക്കിട്ട് ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒറ്റയ്ക്ക് അടി വാങ്ങിക്കുന്നവന് അത്രയേറെ കുഴപ്പം കാണിച്ചിട്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ 5 പേരും കൂടെ അവനെ അടിക്കാൻ പോവില്ലല്ലോ എന്നൊരു ചിന്താഗതിയാണ് സംസാരിച്ചത്. അതായത് ഭൂരിപക്ഷമുള്ളിടത്തേ സത്യമുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു മുഷിഞ്ഞ വസ്ത്രധാരിയായി അന്നുള്ള അന്നത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളും ഒരു കാറിൽ വന്ന് ഇറങ്ങിയതോ അല്ലെങ്കിൽ ഒരു പിടിപാടുള്ള ഒരാളുമായിട്ട് ഒരു സംസാര വിഷയം ഉണ്ടാകുമ്പോൾ എന്താ സാറേ കാര്യമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളയും വെള്ളയിട്ട ആളുടെ അടുത്തോ കാറിൽ വന്നിറങ്ങിയ ആളുടെ അടുത്തോ പോകുമ്പം അപ്പുറത്ത് നിൽക്കുന്ന നിരപരാധിയോട് നമുക്ക് എന്താണെന്ന് ചോദിക്കാനുള്ള മാനസികാവസ്ഥ പോലും ഇല്ലാത്ത രൂപത്തിലേക്ക് നമ്മളെ സമൂഹം വളർന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. ഒരു വസ്ത്രത്തിൽ കുഴപ്പമുള്ള ഒരാളോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരാളോ ഒരു സാധാ നിലയിലുള്ള ഒരാളോ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മളാരും വിശ്വസിക്കാൻ കൂട്ടാവണില്ല, നിൽക്കാൻ കൂട്ടാവണില്ല, ഒന്നിനും തയ്യാറാവുന്നില്ല. കാലങ്ങളായിട്ട് പറഞ്ഞു വരുന്നൊരു കാര്യമാണ്. അവനക്കൊക്കെ എതിരെ സംസാരിക്കാൻ പോകേണ്ട വലിയ പിടിപാടുള്ള ആൾക്കാരാ, പണമുള്ള ആൾക്കാരാ, നമ്മളാരും
ജയിക്കാൻ പോണില്ല, ഒന്നും നടക്കാൻ പോണില്ല എന്ന്. ആ ഒരു ചിന്താഗതിക്ക് കൂട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ, ഒരു പോലീസ് സ്റ്റേഷനിലോ സ്ഥലങ്ങളിലോ നമ്മൾ ചെല്ലുന്ന സമയത്ത് പാർട്ടിക്കാരെയും കൊണ്ട് വരുന്ന ആൾക്കാർ ദാ പറഞ്ഞതിനും പോയി കാര്യങ്ങൾ സാധിച്ചു പോകുമ്പോൾ ഇതൊന്നും ഇല്ലാതെ വരുന്നവർ അവിടെ മുക്കിനും മൂലയിൽ ഇരിക്കണ കാണാം. സമയം കെട്ട സമയത്ത് അവരെ വിളിച്ചു നിർത്തിയിട്ട് ഉള്ള ആക്ഷേപങ്ങളെല്ലാം കേട്ടുകൊണ്ട് അവർ തിരിച്ചു പോകുന്നത് കാണാം. പലപ്പോഴും നമ്മൾ വഴിയരിയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ പലരുടെയും ഫോണിൽ കൂടെ സംസാരിക്കുന്നത്, SI നമ്മുടെ ആളാണ്, നമ്മൾ വിളിച്ച് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചെക്കനാണ്, നമ്മൾ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ ആൾക്കാരുണ്ട്, പറയാൻ ആൾക്കാരുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരുവിധ ശിക്ഷാ നടപടിയും ചെയ്ത് തെറ്റിൻ്റെ കാര്യം എന്തെന്ന് പോലും മനസ്സിലാക്കി കൊടുക്കാൻ അറിയാതെ ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംവിധാനം നമ്മളെ ചുറ്റുവട്ടത്തുണ്ട്. ആ സംവിധാനത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥി. ഒരു പക്ഷേ തൊട്ട് മുമ്പും തനിക്കെതിരെ ഉണ്ടായ അതിക്രമത്തെക്കുറിച്ച് ആ കുട്ടി ഒരു പരാതിയുമായിട്ട് പോയിട്ടുണ്ടായിരിക്കണം. അവിടെ ഉണ്ടായ നടപടികളിൽ മനം നൊന്തിട്ടായിരിക്കണം ഇപ്രാവശ്യം ആ കുട്ടി ഒരു പ്രതികരണത്തിന് പോലും പോവാതിരുന്നത്, മുതിരാതിരുന്നത്. നീതി കിട്ടില്ല എന്നവന് മനസ്സിലായിട്ട് തന്നെയായിരിക്കും അവൻ മരണത്തിൻ്റെ വഴിയിലേക്ക് അവൻ പോയത്. പരസ്യമായിട്ട് തന്നെ ഇത്രയേറെ അപമാനിക്കാൻ കഴിഞ്ഞിട്ടും അത് കണ്ടുനിന്ന ഒരാൾ പോലും ചോദിക്കാൻ തയ്യാറായില്ലല്ലോ, അത്രത്തോളം മോശപ്പെട്ടു പോയല്ലോ ഈ ലോകമെന്ന് ആ കുട്ടി മരിക്കുന്നതിന് മുമ്പ് സ്വയം ചിന്തിച്ചിട്ടുണ്ടാവണം. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഞാനും പല വീഡിയോസായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാനും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനീതിയെക്കുറിച്ച് ഒരുപാട് പ്രാവശ്യം ഞാനും പറയാൻ ശ്രമിക്കുമ്പോൾ എത്ര പേര് ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, എത്ര പേര് അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ നിൽക്കുന്ന ഞാനും നാളെ ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്തു പോകുമ്പോൾ ഈ സ്കിപ്പ് ചെയ്ത് പോയ ആൾക്കാർ തിരിച്ചു വന്നിരുന്ന അതേ വീഡിയോസൊക്കെ കാണും. എന്നിട്ട് എനിക്ക് വേണ്ടി പോയി പോസ്റ്റ് ഇടും അവരും. മരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ വീഡിയോ ആയി ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി, മരിക്കുന്നതിന് മുമ്പ് വീഡിയോ ആയി ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി എന്ന് പറയും. മരിച്ചു കഴിഞ്ഞാൽ അതൊരു വിവാദമായി കഴിയുമ്പോൾ എല്ലാവരും പോയിട്ട് സംസാരിക്കും, എല്ലാവരും പോയിട്ട് പോസ്റ്റിൽ ഹാഷ്ടാഗ് ഇടും. ഈ പോസ്റ്റ് ഹാഷ്ടാഗ് ഇടുന്ന കാര്യങ്ങളിൽ പിന്നീട് എന്തായി എന്ന് ആരെങ്കിലും ഇരുന്ന് ചിന്തിക്കാറുണ്ട്? ഈ പോസ്റ്റ് ഹാഷ്ടാഗ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ തൊട്ടടുത്ത് നമ്മളെ സഹായം അഭ്യർത്ഥിച്ച് ഒരാൾ, നമ്മൾ ഒരു വിരലിൻ്റെ ഒരു സഹായം ചെയ്യുന്നെങ്കിലെന്ന് വിചാരിച്ച ഒരാൾ നിൽക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ പോകാറുണ്ടോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് സ്വയം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളൊക്കെ സിനിമയിലും സീരിയലിലൊക്കെ ഓരോ രംഗങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടി കണ്ണുനീര് കാണുമ്പോൾ നമ്മളൊക്കെ അതിനേക്കാൾ ഇരുന്ന് കരയാറുണ്ട്. പക്ഷേ അതുപോലത്തെ അനീതിയുടെ രംഗങ്ങൾ നമ്മളെ ചുറ്റുവട്ടത്ത് നടക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും അതിനെതിരെ പ്രതികരിക്കാറുണ്ടോ? അറ്റ്ലീസ്റ്റ് അവർക്കൊരു കൈത്താങ്ങായിട്ട് നിന്നിട്ട് അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാനെങ്കിലും തയ്യാറാവാറുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു സമൂഹം ഉള്ളിടത്തോളം കാലം വീണ്ടും വീണ്ടും ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കത്തില്ലേ ഉള്ളൂ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നത്തിൻ്റെ പേരിലോ ഉണ്ടായ കാര്യങ്ങളല്ല. ഇതൊക്കെ കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു മനോഭാവം വെച്ചിട്ടുണ്ടാവുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ആൾ മാത്രമല്ലല്ലോ ഇത്രയേറെ ക്രൂരമർദ്ദനരായി കൊലപാതകത്തിന് ഇരയാവുന്നത്. എത്രയോ നമ്മൾ കേൾക്കുന്നുണ്ട്. മിക്ക കാര്യങ്ങൾ എല്ലാ വർഷവും 2, 3, 4, 5 വിധം നടക്കുന്നില്ല. ഏതെങ്കിലും ഒരു കുറ്റം ആരോപിച്ച് ഒരാളെ പിടിച്ചിട്ട് ആ കൂട്ടത്തിലുള്ളതിൽ വസ്ത്രത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള ആളെ പിടിച്ചു നിർത്തിയിട്ടായിരിക്കും എല്ലാവരും കൂടി അവരുടെ കയ്യൂക്ക് കാണിക്കണത്. ഈ കയ്യൂക്ക് കാണിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ 100 പേര് വരുമ്പോൾ ആ മരിച്ചുപോയ ആൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല ജീവിച്ചിരിക്കുന്നിടത്തോളം. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരും അയ്യോ കഷ്ടമായിപ്പോയി, അയ്യോ അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു എന്ന് പറയും. മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ചെടുത്ത് കൊടുക്കാൻ കഴിയുമോ ഒരു ജീവനോ ജീവിതമോ? നമുക്ക് മരണത്തിൽ നിന്ന് നമുക്ക് ആരെയും രക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ ജീവിതത്തിൽ നിന്നും ജീവിതത്തിൻ്റെ ദുരിതങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നുള്ളേ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. പിന്നെ ഈ വിദ്യാഭ്യാസമൊക്കെ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് എഴുതിയിട്ട് സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോടതിയിൽ നിന്നോ പോലീസ് സ്റ്റേഷനിൽ നിന്നോ ഒക്കെ പറയുന്ന സ്ഥലത്തും ആശുപത്രിയിൽ നിന്ന് പറയുന്ന സ്ഥലത്തും ഒരാൾക്കാർ ഓടി ചെല്ലുന്ന എന്തിനാണ്? നീതി കിട്ടാൻ. അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം നടപ്പിലാക്കുക, അവരുടെ വേദന അതുപോലെ തുറന്നു പറഞ്ഞിട്ട് അവർക്ക് ആ പ്രശ്നത്തിൽ പരിഹാരവും സുരക്ഷിതത്വവും തേടാൻ വേണ്ടിയിട്ടാണ് ഓരോ സാധാരണക്കാരും ഓരോ ആൾക്കാരും ഓടിച്ചിരുന്നത്. അപ്പോൾ അവിടെ കൂടെ ആളില്ലെന്നുണ്ടെങ്കിൽ, പിടിപാടില്ലെന്നുണ്ടെങ്കിൽ, വിളിച്ചു പറയാൻ ആളില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കുറ്റവാളിയായിട്ട് എന്ന രൂപത്തിൽ ക്രൂശിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അധികാരം കിട്ടുക? നിങ്ങൾ പിന്നെ എന്തിനാണ് വിദ്യാഭ്യാസം നേടിയിട്ട് കസേരപ്പുറത്ത് ഇരിക്കണമെന്ന് ആരെങ്കിലും തിരിച്ച് ചോദിക്കാറുണ്ടോ? ഒരുപാട് ആൾക്കാർ പറയും ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മെമ്പറെ വിളിച്ചുകൊണ്ട് പോകും, കൗൺസിലറെ വിളിച്ചുകൊണ്ട് പോകും, രാഷ്ട്രീയക്കാരനെ വിളിച്ചുകൊണ്ട് പോകും. എന്താണ് ഒറ്റയ്ക്ക് കയറി ചെന്ന് സംസാരിക്കാൻ ഒരാൾക്ക് പറ്റാത്തത് ഈ ജനാധിപത്യ രാജ്യത്ത്? നാളെ തെരുവ് കിടക്കുന്ന ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ തെരുവ് കിടക്കുന്ന ആളും 10 പേരെ വിളിച്ചുകൊണ്ട് അവിടെ ചെല്ലാൻ പാടുള്ളൂ എന്നാണോ? ഇപ്പോൾ വഴിയേരിയിൽ കിടക്കുന്ന ഒരാൾ ഭിക്ഷ അയച്ച് ജീവിക്കുന്ന ഒരാൾ ആ ഭിക്ഷ അയച്ച് കിട്ടിയതിൽ നിന്ന് ഇട്ടുകൂട്ടി ആ വ്യക്തിയുടെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ടായിരുന്നു എന്ന് വെച്ചു. ആ 10,000 രൂപ മോഷണം പോയി. എന്നിട്ട് ആ വ്യക്തി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ചോദിക്കും, നീ വഴി കിടക്കുന്നവനല്ലേ, നിനക്ക് എങ്ങനെ 10,000 ഉണ്ടായി എന്ന ചോദ്യമാണ് ആദ്യം നേരിടേണ്ടി വരിക. അതായത് വഴി കിടക്കുന്ന നിനക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്?
അല്ലാതെ നമ്മൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മളത് അങ്ങേ അറ്റം പോയിട്ട് തെളിയിച്ച് കൊടുക്കുന്നവരേക്കും. ഓരോ സാധാരണക്കാരൻ്റെ അവസ്ഥ ഇങ്ങനെയല്ലേ ഈ നാട്ടിൽ. അപ്പോൾ ഈ ഓരോ ആൾക്കാരും നമ്മളിപ്പോൾ ഓരോ ആൾക്കാരും അറിഞ്ഞോ അറിയാതോ ഈ ഓരോ മരണത്തിനും കാരണക്കാരാവുന്നുണ്ട്. മനോഭാവം, നമ്മുടെയൊക്കെ മനോഭാവങ്ങൾ കാരണമാവുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇനി ഹാഷ്ടാഗും പോസ്റ്റും ഒക്കെ ഇട്ടിട്ട് വൈറലാവാനും ഓരോ കമൻറ്റ് വാങ്ങാനും ഒക്കെ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കേണ്ടതിൽ അർത്ഥം എന്താണ്? നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്നുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ ചെയ്യുക. ഒന്നുകിൽ നല്ലത് ചെയ്യുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം ഉപകാരം ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. ഇതിന് PSC എഴുതി കയറണമെന്നോ രാഷ്ട്രീയത്തിൽ പോകണമെന്നോ കസേരപ്പുറത്തിരിക്കണമെന്നോ ഒന്നുമില്ല. ഒരാളുടെ വേദന മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഒരാളെ കേൾക്കാനിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒന്നും വേണ്ട. നിങ്ങളൊരു സാധാ ഒരാളായാൽ മതി. നമ്മൾ ഒരു സർക്കാർ ഓഫീസിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്തിട്ട് അതിൻ്റെ പിറക്കെ നമ്മൾ എത്ര പ്രാവശ്യം നടക്കേണ്ടി വരിക? ഈ പല പ്രാവശ്യം നടന്നു പോകുന്നൊരു പാവപ്പെട്ട ഒരാൾ ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ അവരോടൊന്ന് പറയാൻ പറ്റുമോ, ഇന്നെനിക്ക് തിരികെ പോകാൻ വണ്ടിക്കൂലിയില്ല, വണ്ടിക്കൂലിക്ക് വേണ്ടിയിട്ട് ഒരു 10 രൂപ എനിക്ക് തരുമോ ചോദിച്ചാൽ അവരെടുത്ത് തരുമോ? ചീത്ത പറഞ്ഞ് നിങ്ങൾ ഓടിക്കും. നിൻ്റെയൊക്കെ കാര്യത്തിന് വേണ്ടിയല്ലേ നടന്നേക്കാൻ പറയും. പക്ഷെ തിരിച്ച് നമ്മളൊരു ചെരുപ്പോ ബാഗോ തയ്പ്പിക്കുക ഒരാളെ കൈ കൊടുത്തിട്ട് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ആ കാശ് അവരെ കൊടുത്തിട്ട് തിരിച്ച് എനിക്കൊരു വെള്ളം കുടിക്കാൻ ഒരു 10 രൂപ തരുമോ, അല്ലെങ്കിൽ ഒരു വണ്ടിക്കൂലിക്ക് തിരിച്ചു പോകാൻ കാശിൽ ഒരു 10 രൂപ തരുമോ എന്ന് ചോദിച്ചാൽ അവർ ആ 10 രൂപ തിരികെ നമുക്ക് തരും. കാരണം എന്താ? അവർ അന്നുള്ള അന്നത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ, അവർക്കറിയാം ആ വേദന. നമ്മുടെ നാട്ടിലെ സിസ്റ്റമാണ് ആദ്യം മാറേണ്ടത്. ഈ സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോയിട്ട് കുറച്ച് നാൾ കഴിയുമ്പം വീണ്ടും ഈ തെറ്റ് ചെയ്ത ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള രൂപത്തിൽ പേപ്പറുകൾ എഴുതി വെക്കും. നമ്മൾ പറയും സ്റ്റേഷനിൽ ചെന്ന് സംസാരിച്ചെല്ലാം റെഡിയാവും. അവരെഴുതുമ്പോൾ പല കാര്യങ്ങളും തെറ്റ് ചെയ്തതിനേക്കാൾ കുറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങൾ ഇട്ടിട്ട് എഴുതി വെച്ചിട്ട് കോടതിയിൽ കൊണ്ടുപോകാം. ഇനി കോടതിയിലൊരു വക്കീലിന് വലിയ കാശ് കൊടുത്ത് നമുക്കൊരു വക്കീലിനെ കൊണ്ടുവരാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുണ്ടോ തന്നെ വക്കീൽ പല ചോദ്യങ്ങളും ചോദിച്ച് നമ്മളെ കുഴയ്ക്കും. നമ്മളെ കൂട്ടത്തിൽ നിൽക്കുന്ന വക്കീൽ പലതും നമ്മളോട് ചോദിച്ചിട്ട് പുറത്ത് വരാതെ അടച്ചു വെക്കാനും പറ്റും. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും സമത്വം ലഭിക്കും എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമാണ്. ഈ അടുത്തിടെ സുപ്രീം കോടതി തന്നെ നടത്തിയൊരു നിരീക്ഷണത്തിൽ പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ അസമത്വം നേരിടുന്നത് നിയമപരമായ നീതി കിട്ടുന്ന കാര്യത്തിലാണ്. കാശുള്ളവർക്ക് ഏത് ലെവലിലുള്ള ഒരാളെ കൊണ്ടുവന്ന് വാദിക്കുമ്പോൾ കാശില്ലാത്തവൻ പലയിടത്തും തൻ്റെ സത്യത്തിൻ്റെ പേരിൽ തോറ്റുപോകുന്നുണ്ട്. അവരെ അസഹിഷ്ണുത സഹിച്ച് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പഠിച്ചു വരുന്നു ജനത. അല്ല, നീതി കിട്ടുന്നത് കൊണ്ടല്ല അവർ മിണ്ടാതിരിക്കണത്. നീതികേടുകൾക്ക് കൂടുതൽ പാത്രങ്ങളായിക്കൊണ്ടേ ഇരിക്കുകയാണ് കാലം കഴിയുന്തോറും എന്ന്. നമ്മളെ ചുറ്റുവട്ടത്തിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാവുന്നതാണ്. നിങ്ങൾ ഇങ്ങനൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾക്കൊരു പ്രശ്നം നേരിടുമ്പോൾ നിങ്ങളൊന്ന് അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കുള്ളൂ. നമ്മളെ ചുറ്റുവട്ടത്തുള്ള ഓരോ ആൾക്കാർ അവർ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇച്ചിരി നേരം ഒന്ന് കേട്ട് നോക്ക്, അവരെ ഒന്ന് കേട്ട് നോക്ക്. നമ്മളിങ്ങനെ കേട്ടിരിക്കുക ആൾക്കാരുണ്ടായിരുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്ന് നമുക്ക് കേട്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാനീ ചെയ്ത വീഡിയോസിൽ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈ ഒരു ചിന്ത എന്താണ് മറ്റുള്ളവരിലേക്ക് വരാത്തത്? നമ്മളൊരു പരാതി വിളിച്ച് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു കാര്യമായിട്ട് ചെന്നാലോ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എത്ര വിളിച്ച് പറഞ്ഞാലും ഉറക്കെ വിളിച്ച് പറഞ്ഞാലും അതിൻ്റെ വില കൽപ്പിക്കില്ല. എനിക്ക് നീതി കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മരണത്തിൻ്റെ വഴിയെ പോകുന്ന ആൾക്കാരുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ കാരണക്കാരാരാണ്, അതിൻ്റെ കാരണം എന്താണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക.